അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് സോഫ്റ്റ് ആയി കിട്ടാൻ ഇനി അതവിടെ മാറ്റി വെക്കുക. ഒന്നാണ് അടച്ച് വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അതിന് ശേഷം നമുക്ക് ഈ മൈസൂർ പഴം ഞാൻ ഒരു 4 എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഷ്ണാക്കി കൊടുക്കണം. നേന്ത്രപ്പഴം ഉള്ളത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ അടുത്ത മൈസൂർ പഴമാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. മൈസൂർ പഴം തന്നെയാണ്. മൈസൂർ പഴം നല്ലോണം പഴുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ പേരക്കുട്ടികളൊന്നും അങ്ങനെ കഴിക്കൂല. ഇങ്ങനെ കൂടുതൽ പഴുത്ത് കഴിഞ്ഞാൽ ആർക്കും പഴം ഈ മൈസൂർ പഴം ഇഷ്ടമല്ല. ഒരു പുളിയോട് കൂടിയാണെങ്കിൽ എല്ലാവരും കഴിക്കും. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഞാൻ ഒരു കപ്പ് ആവിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുറി നാളികേരം ഇതിലിട്ട് ഇളക്കി കൊടുക്കുക. സാധാരണ വെള്ളമൊഴിച്ച് കുതിർത്തിയ ചവിലാണ്. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 3 ടീസ്പൂൺ പഞ്ചസാര കൊടുക്കണം. അപ്പം 3 ടീസ്പൂൺ പഞ്ചസാര ഞാൻ കൊടുത്തിട്ട് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മധുരത്തിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മിൽമ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് നല്ലോണം ചൂടായി കഴിഞ്ഞതിന് ശേഷം ആ മൈസൂർ പഴം കഷ്ണാക്കി വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നെയ്യ് തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി തീരെ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണെങ്കിലും നെയ്യ് ഇതിൽ ചേർത്തി കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണയെങ്കിൽ ഇനി വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ടേസ്റ്റ് ഉണ്ടാകുക നെയ്യ് തന്നെയാണ്. 1/2 ടീസ്പൂൺ മതി. എന്നാലും നെയ്യ് ഇടാൻ ശ്രദ്ധിക്കുക. പിന്നെ അതിലേക്ക് ഞാൻ യോജിപ്പിച്ച് വെച്ച അവിലും നാളികേരം ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി യോജിപ്പിച്ചിട്ട് കൊടുക്കുക. കുറച്ച് സമയം ഒന്നിങ്ങനെ ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇത് ശരിക്കും വഴന്ന് കിട്ടിയിട്ടില്ല. ഇനി ഞാൻ അപ്പുറത്ത് മാറ്റി വെക്കണം. തണുത്ത് കിട്ടണം. ഞാൻ കുഴച്ച് വെച്ച മാവിനെ മൈദമാവ് ഒന്ന് ഉരുളൊരുക്കിയിരിക്കണം. സാധാരണ ചപ്പാത്തി പ്രസ്സിലിട്ടിട്ടൊന്ന് അമർത്തിയിട്ട് പൂരിയാക്കും പോലെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ ആദ്യം ഉരുളയാക്കി എടുക്കുകയാണ്. ഓരോ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് പൂരി പരത്തുന്ന അതേപോലെ പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ അത് ഞാൻ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് അമർത്തിയെടുക്കുകയാണ്. പൂരി പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ ആ അവിലും ഇതും നിറച്ച് കൊടുത്തു. ഒരു ഉരുള എടുത്തിട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം ഇങ്ങനെയാണ് അമർത്തി കൊടുക്കുക. പിന്നെ ഈ ഭാഗം ഇങ്ങനെ രണ്ടാക്കിയിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. അതൊരു ഷേപ്പിന് വേണ്ടി ചെയ്യുകയാണ്. അവനാണ് ഇഷ്ടപ്രകാരമുള്ള ഷേപ്പിലൊക്കെ ആക്കി കൊടുക്കുക. ഞാൻ അപ്പോൾ ഈ ഷേപ്പിലാണ് ആക്കുന്നത്. അപ്പം നല്ലോണം അമർത്തി കൊടുക്കണം, അല്ലെങ്കിൽ എണ്ണയിൽ ഇടുന്നോട് കൂടി അത് വേറിട്ട് പോരും. അപ്പോൾ അതിൻ്റെ മാവൊക്കെ പിന്നെ അവിലൊക്കെ എണ്ണയിൽ കൂടെ കലരും. ഇങ്ങനെ ശരിക്കും അമർത്തി കൊടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നിറച്ചെടുക്കുക.
ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലിട്ടിട്ട് തന്നെയാണ് ഞാൻ പൊരിച്ച് കോരുന്നത്. അപ്പം നല്ലോണം എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഓരോന്നല്ല ഒരു 2 3 ഒക്കെ ഇട്ടിട്ട് പൊരിച്ച് കോരാം. 3 ഇട്ടിട്ടാണ് 2 അല്ല 3 ഇട്ടിട്ടാണ് ഞാൻ പൊരിച്ച് കോരിയെടുക്കുന്നത്. ഇനി എല്ലാം അങ്ങനെ 2 ഭാഗവും മറിച്ചിട്ടിട്ട് പൊരിച്ചങ്ങനെ കോരിയെടുക്കാം. അപ്പം എല്ലാതും ഞാൻ പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കഷ്ണമാക്കി നോക്കാം. കുട്ടികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. പേരക്കുട്ടികൾ അവർക്കൊക്കെ ഓരോന്ന് കൊടുത്തു. ഞാനൊന്ന് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ പഴത്തിൻ്റെയും അവിലിൻ്റെയും ഒക്കെ ടേസ്റ്റ് നല്ല ടേസ്റ്റ്. ഏലക്കായ്പ്പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.